ഹായ്, ഞാൻ ദീപ. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗ്രോസറി ലിസ്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ലോക്ക്ഡൗണിന് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഞാനും ബിജുവും കൂടെ ഷോപ്പിംഗ് മാളിൽ പോവും. പിന്നെ അവിടെ ഇവിടെ എല്ലാം തെണ്ടി തിരിഞ്ഞതിന് ശേഷമായിരിക്കും ഷോപ്പിംഗ് ആക്ച്വൽ ഷോപ്പിംഗ്, മന്ത്ലി ഷോപ്പിംഗ് നടത്താനായിട്ട് കയറുന്നത്. അപ്പോൾ ഒരു ഷോപ്പിംഗ് കാർട്ട് എടുക്കുക, പോകുന്ന വഴിയിൽ എനിക്കറിയാം എന്തൊക്കെ വേണം എന്നുള്ളത്, അത് വലിച്ചു വാരി അങ്ങോട്ട് ഷോപ്പിംഗ് കാർട്ടിൽ ആഡ് ചെയ്യുക, തിരിച്ചു വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, എപ്പോഴും ഒന്നിലധികം സാധനം, വീട്ടിലിരിക്കുന്ന സാധനം തന്നെ പിന്നെയും വാങ്ങിച്ചെന്ന് വരാം, ചിലപ്പോൾ ആവശ്യമുള്ള സാധനം വാങ്ങിക്കാതെ ഇരിക്കാം എന്നും വരാം. അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. പിന്നീട് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ടായല്ലോ. കാരണം ഒന്നെങ്കിൽ ബിജു ഒറ്റയ്ക്ക് പോകും, അല്ലെങ്കിൽ നമ്മളൊരു ലിസ്റ്റ് നമ്മുടെ അടുത്തുള്ള പ്രൊവിഷൻ സ്റ്റോറിൽ അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് സാധനം വാങ്ങിക്കുകയായിരുന്നു രീതി. അങ്ങനെ ആകുമ്പോൾ എന്താണ്, എല്ലാ ആഴ്ചയാണ് വാങ്ങിക്കുന്നത്. നമ്മൾ ഒറ്റ മാസം മൊത്തത്തിലൊന്നും വാങ്ങിക്കത്തില്ലായിരുന്നു. അപ്പോൾ എല്ലാ ആഴ്ചയും ഒത്തിരി വാങ്ങിച്ചു വെച്ച് വെറുതെ കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ ആഴ്ച വാങ്ങിക്കുന്നത്. അപ്പം ആഴ്ച വാങ്ങിക്കുമ്പോൾ എനിക്കൊരു തലവേദനയാണ്. അതായത് എന്തൊക്കെ സാധനം വേണമെന്നുള്ള ലിസ്റ്റ് എഴുതി കൊടുക്കുക എന്നുള്ളതായി, അതൊരു പണിയായി. അപ്പോൾ എനിക്ക് കാണാതെ ഒന്നും അറിയത്തില്ല. കാണാതെ എനിക്ക് അവിടെ ചെന്ന് കാണുമ്പോൾ എനിക്കറിയാം, ഓക്കെ അരിപ്പൊടി വേണം, ഗോതമ്പ് പൊടി തീർന്നു, അരി കുറച്ചും കൂടെ വാങ്ങിക്കാം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അപ്പോഴാണേ. അപ്പോൾ ഇതിപ്പം ഭയങ്കര തലവേദനയായി തീർന്നു. കാണാതെ എന്തൊക്കെ സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് ഞാൻ പറയണം. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യമൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഓരോ പ്രാവശ്യവും പോയിട്ട് എല്ലാം തുറന്നു നോക്കും. ഓക്കെ, ഗോതമ്പ് പൊടി തീർന്നിട്ടുണ്ട്, അരിപ്പൊടി തീർന്നിട്ടുണ്ട്, ഇതെന്നാൽ കുറച്ചും കൂടെ വാങ്ങിക്കാം. അങ്ങനെ വരുമ്പോൾ എന്താണ്, മിക്കവാറും സാധനങ്ങൾ ഞാൻ മറന്നുപോകും. ചില കാര്യങ്ങൾ എഴുതിയിടുമെങ്കിലും ചില കാര്യങ്ങൾ അങ്ങ് വിട്ടുപോകും. അങ്ങനെ ആയപ്പോഴാണ് ഗ്രോസറി ലിസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കി വെച്ചാൽ നല്ലതായിരിക്കും എന്നൊരു തോന്നലുണ്ടായത്. അപ്പം ഇപ്പൊ ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം എല്ലാ ആഴ്ചയും നമ്മൾ സാധനം വാങ്ങിക്കാനായിട്ട് നമ്മളിവിടെ അടുത്തുള്ളൊരു പ്രൊവിഷൻ സ്റ്റോറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നത്, അവരത് ഒരു ചാക്കിനകത്താക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അപ്പം ഇപ്പൊ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാണ്. ഒന്നും മിസ്സായി പോകുന്നില്ല, അനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല, മിതത്വം വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇന്ന് ഇപ്പം എൻ്റെ ഗ്രോസറി ലിസ്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനകത്ത് മിനിമം നമ്മൾ ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഈ ആഴ്ചയും തൊട്ടടുത്ത ആഴ്ച എന്തെങ്കിലും ഒരു കാരണവശാൽ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു 2 ആഴ്ച കണക്കാക്കിയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിനുള്ള മിനിമം ക്വാണ്ടിറ്റി, പറ്റാവുന്നതിൻ്റെയൊക്കെ മിനിമം ക്വാണ്ടിറ്റിയും കൂടെ ഞാൻ എൻ്റെ സൈഡിൽ ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് നോക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടേതായ സാധനങ്ങൾ, ഇപ്പോൾ ഓരോ വീട്ടിലും ഓരോരോ കാര്യങ്ങളായിരിക്കുമല്ലോ. ഇപ്പം നമ്മുടെ വീട്ടിൽ വാങ്ങിക്കാത്ത ചില സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കുന്നതാവും. അപ്പം അത് നിങ്ങൾ ഒന്ന് ആഡ് ചെയ്തിട്ട് അതൊരു ലിസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ, ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആണല്ലോ, നിങ്ങളും ഇതുപോലെ ഫേസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഗ്രോസറി ലിസ്റ്റ് ഇതുവരെ ഒന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ആ ലിസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രോസറി ലിസ്റ്റ്. അപ്പോൾ ആദ്യം ഉള്ളതെന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എസെൻഷ്യൽസ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വാങ്ങിക്കുന്ന അരിയും മറ്റു കാര്യങ്ങളാണ്. അരി, ആട്ട, അതുപോലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ ചെമ്പ റൈസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്നതാണ്, നിങ്ങൾക്ക് അതനുസരിച്ച് മാറ്റം വരുത്താം. പച്ചരിയും ബസ്മതി റൈസും പിന്നെ ആട്ട, മൈദ, അല്ലാതുള്ള പൊടികളുണ്ടല്ലോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്യുന്ന പൊടികൾ. ഇപ്പം നിങ്ങൾ അല്ലാതെ പൊടിച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള പച്ചരിയും കാര്യങ്ങളും ഒക്കെയാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എത്ര എമൗണ്ട് ആണെന്നുള്ളൊരു ഒരാഴ്ചത്തേക്കുള്ളൊരു അപ്രോക്സിമേറ്റ് എത്ര ക്വാണ്ടിറ്റി വരും എന്നുള്ളത് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഓട്സ്, ഇതെല്ലാം ഒന്നും നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല, പക്ഷേ നമ്മളിതെല്ലാം ഇങ്ങനെ എഴുതി വെച്ചേക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ ഇന്ന സാധനങ്ങളുണ്ടെന്നാൽ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇത് എഴുതിയേക്കുന്നത്. പിന്നെ ഇത് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതുപോലുള്ള സാധനങ്ങൾ, തേങ്ങ, പിന്നെ വന്നിട്ട് നമ്മുടെ പരിപ്പ് വർഗ്ഗങ്ങളാണ്. സാമ്പാർ പരിപ്പ്, അല്ലാതെ കടല, ഉഴുന്ന്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ വന്നിട്ട് സ്നാക്സാണ്, ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് എന്താണോ മേടിക്കുന്നത് അത് നിങ്ങൾക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഓയിൽസ്, ഇപ്പം ഒലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ,
പിന്നെ നല്ലെണ്ണ, അതൊക്കെയാണ് എഴുതിയേക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. നെയ്യ്, ബട്ടർ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ സ്പൈസസ് ആണ്. സ്പൈസസിൻ്റെ എല്ലാ പേരുകളും ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ സ്പൈസസ് ആയിട്ടായിരിക്കില്ല വാങ്ങിക്കുന്നത്. ചിലപ്പോൾ ഗരം മസാല കൂട്ടായിട്ട്, അതായത് ഒരു സെറ്റായിട്ട് ഈ പെരുംജീരകവും കറുവ, ഏലക്ക, പട്ട എല്ലാം കൂടെ ചേർത്തിട്ടൊരു കൂട്ട് കിട്ടുമല്ലോ. അപ്പം അത് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കുന്നവർ അങ്ങനെ വാങ്ങിക്കാം. അല്ലാതുള്ളത് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. നമുക്ക് പെട്ടെന്നൊന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയത്. പിന്നെ അല്ലാതെ ഉലുവ, കായം, ഉപ്പ്, പിന്നെ കറിവേപ്പില, മല്ലിയില, അതെല്ലാം ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പച്ചക്കറിയുടെ സൈഡിൽ ആഡ് ചെയ്യാം. പിന്നെ വന്നിട്ട് മഞ്ഞൾ, മല്ലി, മുളക്, ഇപ്പം മുളക് തന്നെയാണെങ്കിലും സാധാ മുളക് പൊടിയും കശ്മീരി മുളക് പൊടിയും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത്, കുരുമുളക്, അങ്ങനെയുള്ളത്. അതാണ് ഞാൻ ഗരം മസാല കൂട്ട് സെപ്പറേറ്റ് എഴുതിയത്. അതുകൊണ്ടാണ് ഞാനിവിടെ അങ്ങനെ വാങ്ങിക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ട് ഗരം മസാല കൂട്ടായിട്ടാണ് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ കുടംപുളി, വാളംപുളി, ഉപ്പ്, ചുക്ക്, അതുപോലുള്ള സാധനങ്ങൾ. പിന്നെ അല്ലാതെ മസാല പൊടികളായിട്ട് സെപ്പറേറ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഈ കെച്ചപ്പ്, സോസ് പോലുള്ള കാര്യങ്ങൾ, പിന്നെ തൈര്, നമ്മൾ സാധാരണ എല്ലാ വീട്ടിലും ആവശ്യമുള്ള, ഇപ്പോൾ പാല്, തൈര്, അങ്ങനെയുള്ള സാധനങ്ങൾ, ചിക്കന്, മീറ്റ്, ഫിഷ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. പിന്നെ ബേക്കിംഗ് എസെൻഷ്യൽസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലോക്ക്ഡൗണിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും നമ്മൾ ബേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് ഐറ്റംസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് ഇവിടെ അപ്പം ഉണ്ടാക്കുന്നത് ഈസ്റ്റ് വെച്ചിട്ടാണ്. നിങ്ങൾ എന്ത് വെച്ചിട്ടാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നോക്കുക. പിന്നെ വന്നിട്ട് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വന്നിട്ട് പിക്കിൾസ്, പപ്പടം, പിന്നെ അല്ലാതെ കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അത്. പിന്നെ മന്ദിര ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ പൂജ സാധനങ്ങളാണ്. ക്യാൻഡിൽസ്, അല്ലാതുള്ള എണ്ണ ഉണ്ടല്ലോ, തിരിയും എണ്ണയും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഓയിൽ ഡിഫ്യൂസേഴ്സും എസെൻഷ്യൽ ഓയിൽസും ഒക്കെ വാങ്ങിക്കുന്നവർക്ക് അത് ആഡ് ചെയ്യാം. അല്ലാതെ ചന്ദനത്തിരി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ക്ലീനിങ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഡെറ്റോൾ, വാഷിംഗ് ബാർ, പിന്നെ വീട്ടിൽ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ബാർ, ലിക്വിഡ്, പിന്നെ തുണി കഴുകുമ്പോൾ ഉള്ള സാധനങ്ങൾ, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ ടോയ്ലറ്ററീസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ബാത്ത് സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, അതുപോലുള്ള കാര്യങ്ങളാണ്. നോക്കുക, നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാനിപ്പം ഈ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒരുവിധം അതിലും കുറച്ചധികവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെയൊക്കെ ആയിരിക്കുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. ഇനിയും വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നല്ലാതെ വീട്ടിൽ ഉള്ള ഹൗസ് ഹോൾഡ് സ്റ്റേഷനറി ഐറ്റംസ് അത്യാവശ്യം വേണ്ടതും കൂടെ എഴുതിയിട്ടുണ്ട്. അതായത് മോസ്കിറ്റോ റിപ്പല്ലൻസ്, നമുക്ക് ബാറ്ററീസ്, റബ്ബർ ബാൻഡ്, സെല്ലോ ടേപ്പ്, സ്റ്റേപ്ലർ, മാസ്ക്. ഇപ്പോൾ മാസ്ക് ഒരു അത്യാവശ്യ ഘടകമാണല്ലോ. മാസ്ക്, പേന, പെൻസില്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ അലൂമിനിയം ഫോയിൽസും, പിന്നെ ഫുഡ് റാപ്സും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വെജിറ്റബിൾസ് വന്നിട്ട് നമ്മുടെ സവോള, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പിന്നെ അല്ലാതെ വെണ്ടയ്ക്ക, വഴുതനങ്ങ, പാവയ്ക്ക, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഇവിടെ നോർമലി ഇപ്പം എൻ്റെ ഇവിടെ എപ്പോഴും ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിക്കത്തൊന്നുമില്ല. നമുക്ക് സ്ഥിരമായിട്ട് കുറച്ച് പച്ചക്കറികൾ കാണും. അപ്പോൾ അത് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് നോക്കി സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണമെങ്കിലും ഇതുപോലത്തെ ലിസ്റ്റ് കാണുമ്പോഴത്തേക്കും നമുക്കത് എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലിസ്റ്റ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു 4 പേജാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രോസറി ലിസ്റ്റ് വരുന്നത്. നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ സൂക്ഷിച്ചിട്ട് കാര്യങ്ങൾ റെഡിയാക്കി, അതായത് നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോഴത്തേക്കും നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിത് പ്രിൻ്റ് എടുക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻ്റബിൾ വേർഷൻ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ഞാൻ എൻ്റെ ബ്ലോഗിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തോ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ
ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്ത് എന്നെ എൻകറേജ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം.